Hi friends, welcome back to Spicy Food Pod. നമ്മളിന്നിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ, നമുക്ക് ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ശരിക്കും 2 മുട്ട മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 5 മുട്ട എടുത്തേക്കണത്. അത് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ചെറുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. അതിലേക്ക് പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ചില്ലി ഫ്ലക്സ്, കുറച്ചുകൂടി എരിവ് കിട്ടാനായിട്ട് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ആയിരിക്കും കൂടുതൽ നന്നായിരിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ മുട്ടയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ കൂട്ട് ഞാനിപ്പോൾ ഇവിടെ അതിലേക്ക് വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ആ വൈറ്റ് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്. മുട്ട അധികം ഹാർഡായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. മുട്ട സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. മുട്ട ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്നും കൂടി അതിനെ സെൻറ്ററായിട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഏകദേശം റെഡിയായി. അത് കഴിയുമ്പോൾ തിരിച്ചും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.